നമസ്തേ. ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. പിണറായി സർക്കാർ നടപ്പിലാക്കിയ സംവരണം കേരളത്തിൽ ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ 1.5 വർഷം മുമ്പ് നടപ്പിലാക്കിയ ഈ പരിപാടി ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ? ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. ഒപ്പം തീവ്ര ഇസ്ലാമിക സംഘടനകളും ഈ സാമ്പത്തിക സംവരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സംവരണം ജാതി വിവേചനം അനുഭവിച്ച ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്കാണെന്ന് ഡോക്ടർ BR അംബേദ്കർ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ സ്വപ്നവും അതുതന്നെയായിരുന്നു. ഹിന്ദു സമൂഹത്തിൽ അസ്പൃശ്യത ഇല്ലാതാകുമ്പോൾ മാത്രമേ സംവരണം അവസാനിപ്പിക്കാവൂ എന്ന് RSSും വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ ബോധപൂർവം ആരെങ്കിലും കവരുന്നുണ്ടോ? എന്താണ് സംവരണ വിവാദത്തിൻ്റെ പിന്നിൽ? മുസ്ലിം ലീഗ് MLAയും പ്രഭാഷകനുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു, കേന്ദ്ര സർവകലാശാല ഡീൻ ഡോക്ടർ K ജയപ്രസാദ്, സെൻറ്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KA ബാലൻ, പിന്നാക്ക വിഭാഗത്തിൻ്റെ മുൻ ഡയറക്ടർ VR ജോഷി, ക്രൈസ്തവ ഐക്യസമിതി നേതാവ് ബിനു ചാക്കോ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ആദ്യ ചോദ്യം അബ്ദുറഹ്മാൻ രണ്ടത്താണിയോട് തന്നെയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ പുതിയ സംവരണ ഓർഡിനൻസിനെതിരെ ഇത്രയും ശക്തമായ ഒരു നിലപാടുമായി, സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ കൊണ്ടുവന്ന ഈ ഓർഡിനൻസിനെതിരെ മുസ്ലിം ലീഗ് ഇത്രയും ശക്തമായ ഒരു സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ മാത്രം ഒരു വിഷയമായിട്ടല്ല നിങ്ങളിതിനെ കാണേണ്ടത്. ഇത് കേരളത്തിലെ 70% വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളെ ബാധിക്കുന്നതാണ്. ഈ പിന്നാക്ക ജനവിഭാഗങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഈഴവന്മാരുണ്ട്, ധീവര സമുദായങ്ങളുണ്ട്, ലത്തീൻ കത്തോലിക്കരുണ്ട്, ഏകദേശം 81ഓളം മറ്റ് പിന്നാക്ക വിഭാഗങ്ങളായ ഹിന്ദുക്കളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമായി ഇതിനെ കാണണം. അത് മുസ്ലിം ലീഗിനെ മാത്രം ബാധിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല കാണുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനാണ് സംവരണം എന്ന ആശയം കൊണ്ടുവന്നത്. അതൊരിക്കലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ടോ അല്ലെങ്കിൽ ഒരു തൊഴിൽദാന പദ്ധതിയായിട്ടോ അല്ല. വളരെ വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇങ്ങനെ ഒരു ആശയത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ കൊണ്ടുവന്നത്. അതനുസരിച്ചുള്ള പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇന്നും പരിപൂർണമായി ലക്ഷ്യം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ലക്ഷ്യം കാണാത്ത സാഹചര്യത്തിൽ അത്തരം സാമൂഹ്യ പിന്നാക്കാവസ്ഥയുള്ള ജനവിഭാഗങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഒരു സർക്കാർ ഉദ്യോഗമാണ്. സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ പങ്കാളിത്തമാണ്. ഒരു അധികാരത്തിൻ്റെ പങ്കാളിത്തം ലഭ്യമാകുന്നത് സാമ്പത്തികമായ ഒരു മാനദണ്ഡം വെച്ചാകരുത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ 70% വരുന്ന സംസ്ഥാനത്തെ ജനവിഭാഗത്തെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് ധൃതി പിടിച്ച്, ഞങ്ങൾ പറയുന്നത് ധൃതി പിടിച്ച് നടപ്പാക്കേണ്ട ഒന്നല്ല. ആവശ്യമായ ചർച്ചകൾ ഉണ്ടാകണം. എല്ലാ സമുദായ നേതാക്കന്മാരും പങ്കെടുക്കണം. ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ഇതിനെ ഈ രീതിയിൽ വിമർശിക്കപ്പെടാനിടയാകുന്നത് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ശ്രീ RV ബാബു, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഈ സംവരണം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിലെ ജാതീയമായ അസ്പൃശ്യത, ജാതീയമായ വിവേചനം, അത് ഇല്ലാതാക്കി പട്ടികവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സംവരണം കൊണ്ടുവന്നത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണോ? അങ്ങ് എങ്ങനെ കാണുന്നു? ഈ സംവരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ
ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സന്ദർഭത്തിൽ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 50% സംവരണമാണ് ഇപ്പം നിലവിലുള്ളത്. ആ 50% സംവരണം എന്ന് പറയുമ്പോൾ കേന്ദ്ര ലിസ്റ്റ് അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 22.5% സംവരണമാണ് അർഹതപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ അത് 10% സംവരണമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. ബാക്കി 40% സംവരണവും ഈ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾക്കാണ് കേരളത്തിൽ നൽകി വരുന്നത്. ആ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 17% സംവരണം ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്കാണ് സംവരണം കിട്ടുന്നത്. അപ്പൊ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 12% സംവരണം മുസ്ലിം ജനവിഭാഗത്തിനായിട്ടാണ് നൽകി വരുന്നത്. അപ്പോ കേരളത്തിൽ 50% സംവരണത്തിൽ നമ്മുടെ ഭരണഘടന ഏത് ജനവിഭാഗത്തെയാണോ സംരക്ഷിക്കണം, സംവരണത്തിന്റെ അവകാശം നൽകി അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടു കൂടി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്, ആ ജനവിഭാഗത്തിന് ജനസംഖ്യാനുപാതികമാണ് എന്ന ന്യായത്തിൽ 10% സംവരണമായിട്ട് അവർക്ക് ചുരുക്കിയിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അവരോട് നീതിയാണോ പുലർത്തിയിട്ടുള്ളത് എന്നും പരിശോധിക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ, അതൊരു വിഷയമാണ്. രണ്ടാമത്, ഇവിടെ ശ്രീമാൻ രണ്ടത്താണി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പാനലിന് മുമ്പാകെ വെക്കുന്നത്. 12% സംവരണം മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന തരത്തിൽ OBC സംവരണത്തിന് മുസ്ലിങ്ങൾ അർഹരാണോ? മുസ്ലിങ്ങൾ എങ്ങനെയാണ് OBC പട്ടികയിൽ, ദ ഹോൾ മുസ്ലിം സൊസൈറ്റി, നമ്മൾ മണ്ഡൽ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് OBC ശുപാർശ, ഇത് നമുക്കറിയാം. സംവരണത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ നമുക്ക് 936 മുതൽ കേരളത്തിൽ മതസംവരണം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തിരുവിതാംകൂറിലും മറ്റുമൊക്കെ സംവരണം കൊടുത്തിട്ടുണ്ട്. 1955 കാക്കാക്കലേക്കർ കമ്മീഷനും പിന്നീട് നമ്മൾ മണ്ഡൽ കമ്മീഷനും ഒക്കെ വന്ന സമയത്ത് ജാതി എന്നുള്ളത് ഘടകമാക്കിക്കൊണ്ട് തന്നെയാണ് സംവരണം നിശ്ചയിച്ചത്. അവിടെ ജാതി എന്നുള്ള ഘടകം ആക്കിക്കൊണ്ട് സംവരണം നിശ്ചയിച്ചപ്പോൾ കൃത്യമായിട്ട് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും മുസ്ലിങ്ങൾക്കുള്ളിനകത്തെ ജാതികൾ ഏതൊക്കെയാണ് എന്ന്. ശ്രീ ബാബു, രണ്ടത്താണിക്ക് എന്താ ചോദിക്കാനുണ്ട്? രണ്ടത്താണിക്ക് എന്താ ചോദിക്കാനുണ്ട് പറയാം. ശ്രീ രണ്ടത്താണി കേൾക്കുന്നില്ല. ബാബു പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലതാണ്. അത് അറേഞ്ച് ചെയ്യാം. കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല, പറയുന്നത് ക്ലിയർ ആകുന്നില്ല. ശരിയാക്കാം, ഇപ്പൊ തന്നെ ശരിയാക്കാം. PCR ഒന്ന് ശ്രദ്ധിക്കോ? മൊത്തത്തിൽ ശബ്ദ സംവിധാനത്തിന് എന്തോ ഒരു തകരാറുണ്ട് GK, അതൊന്ന് ശരിയാക്കാൻ പറയും. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത്, ഞാൻ തുടർന്നോട്ടെ? തുടരാം. ഞാൻ തുടരാം. ശരി. അപ്പോ ഈ ശരി. അപ്പോ ഈ മുസ്ലിം സമുദായത്തിനകത്തെ ജാതി, ആ ജാതി കൃത്യമായിട്ട് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശില്, ബീഹാർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, ഉത്തർപ്രദേശിലൊക്കെ നിരവധി ജാതികളെ തരംതിരിച്ചിട്ടുണ്ട്. ആ ജാതികളിൽ മണ്ഡൽ കമ്മീഷൻ മൊത്തത്തിൽ 3 വിഭാഗമാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അഷറഫ് എന്ന് പറയുന്ന വിഭാഗം, അതായത് മേൽഘടകത്തിൽപ്പെട്ട മുസ്ലിം ജനത്തിലെ റോയൽ ബ്ലഡ് എന്നൊക്കെ പറയാവുന്ന വിഭാഗം. അതേപോലെ അതിന്റെ തൊട്ട് താഴെയുള്ള വിഭാഗം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ജാതി എന്ന് പറയുന്നത് അജ്ലാഫ് എന്ന് പറയുന്ന വിഭാഗം. കൺവെർട്ടഡ് മുസ്ലിങ്ങൾ, അതായത് ബാർബർ തുടങ്ങിയിട്ടുള്ള ഈ ഫിഷർമാൻ, അതേപോലെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, കൺവെർട്ട് ചെയ്യപ്പെട്ട ആൾക്കാർ, അർസാൽ എന്ന് പറയുന്ന വിഭാഗം. അങ്ങനെ 3 വിഭാഗങ്ങൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ GK, മുസ്ലിങ്ങൾക്കിടയിൽ 5 വിഭാഗം, മുസ്ലിം മാപ്പിളമാരിൽ 5 വിഭാഗമുണ്ടെന്നാണ് മണ്ഡൽ പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രൈം ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് തങ്ങൾമാരാണ്. അവര് ഫാത്തിമയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് എന്ന് പറയുന്നു. പിന്നീട് അറബീസ്, അറബി ലീനേജ് പിന്തുടരുന്നവരാണ്. മലബാറീസ്, അവര് ഈ പറയുന്ന ഹിന്ദുക്കൾ മതം മാറിയിട്ടുള്ള ആൾക്കാർ, റോയൽ ആൾക്കാരായിട്ടുള്ള മതം മാറിയിട്ടുള്ള ആൾക്കാർ. പിന്നീട് വന്നത്
പുസലാർസ് ആൻഡ് ഓസാൻസ്, ഇവർ രണ്ടുപേരും ഏറ്റവും പിന്നോക്കക്കാര് മതം മാറിയ, അൺടച്ചബിൾസ് മതം മാറിയ ആൾക്കാരാണ്. ഇപ്പോ മണ്ഡൽ പറയുന്നത് ഈ പിന്നോക്കക്കാർ, അതായത് അൺടച്ചബിൾസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ ജാതി എന്നുള്ള നിലയ്ക്ക് കണക്കാക്കിയിട്ടാണ് മണ്ഡൽ കമ്മീഷൻ സംവരണം ശുപാർശ ചെയ്യുന്നത്, ഈ OBC പട്ടികയിൽപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹവും ഈ OBC പട്ടികയിൽപ്പെട്ടത്? മുഴുവൻ മുസ്ലിങ്ങളും OBC പട്ടികയിൽ യൂസഫ് അലിക്കും അതേപോലെ ഏറ്റവും താഴെയുള്ള ആളും എങ്ങനെയാണ് ഈ പറയുന്ന OBC പട്ടികയിൽ പെട്ടുപോയത്? എങ്ങനെയാണ്? അപ്പോ ഇവിടെ മുസ്ലിം സമുദായത്തെ കേരളത്തിൽ മാത്രമാണ് അത് സംഭവിച്ചതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. മുഴുവൻ മുസ്ലിം സമുദായവും OBC പട്ടികയിൽപ്പെട്ടത് കേരളത്തിൽ മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല പെട്ടിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ഈ OBC പട്ടികയിൽ പെടുന്നതിന്റെ ന്യായം അതൊന്ന് രണ്ടത്താണ് വിശദീകരിച്ചാൽ കൊള്ളാം. ഒന്നാമത്തെ കാര്യം, താങ്കൾ എന്താണ് കരുതുന്നത്? എന്തുകൊണ്ടാണ് ഈ മണ്ഡൽ കമ്മീഷന്റെ ശുപാർശയ്ക്ക് വിരുദ്ധമായിട്ട് കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളും ഈ സംവരണത്തിന്റെ ആനുകൂല്യത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? GK, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ഇപ്പൊ ഇവിടെ ഭരണത്തിൽ പങ്കാളിത്തം എന്നൊക്കെ രണ്ടത്താണി പറഞ്ഞു. ഈ ഭരണത്തിൽ പങ്കാളിത്തം 967 മുതലെങ്കിലും അനുഭവിക്കുന്ന ജനവിഭാഗം മുസ്ലിം ജനവിഭാഗമാണ്. 957 മുതൽ അവർക്ക് നിയമസഭയിൽ പങ്കാളിത്തമുണ്ട്. 967 മുതൽ ഭരണത്തിൽ കൃത്യമായ പങ്കാളിത്തം, മിക്കവാറും എല്ലാ ഭരണകൂടങ്ങളിലും ഉള്ള ഒരു ജനവിഭാഗം. അവര് വിദ്യാഭ്യാസം, വ്യവസായം, പൊതുമരാമത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചു പുലർത്തുന്ന, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ ജനവിഭാഗത്തെ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അവരെ ആ രാഷ്ട്രീയ വോട്ട് ബാങ്ക് എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിനെ കണ്ണടച്ച് അനുകൂലിക്കാനും അതിനെ പിന്തുണയ്ക്കാനും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് ഇടതാകട്ടെ വലതാകട്ടെ, വെറും രാഷ്ട്രീയ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഈ നിലയ്ക്ക് OBC പട്ടികയിൽ പെടുത്താൻ കൂട്ടുനിന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയം വേണ്ട. നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് യാഥാർത്ഥ്യം, വോട്ടിന് വേണ്ടി ഇതിനെ കണ്ണടച്ചു എന്നുള്ളതാണ്. വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രണ്ടത്താണിയും RV ബാബുവും ഒരു പ്രശ്നത്തിന്റെ രണ്ട് വശങ്ങൾ നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ വിലയിരുത്താനാകും? അഡ്വക്കേറ്റ് ശ്രീ K. ബാലൻ. ഒരു മുസ്ലിം സംവരണത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പം പറഞ്ഞത്. അതിന് മുമ്പായിട്ട് നമ്മൾ സംവരണത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഭരണഘടന 1949 നവംബർ മാസം 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചുവെങ്കിലും ജനുവരി 26 മുതൽ നടപ്പിലാക്കുമ്പോൾ ആ ഭരണഘടനയിൽ ഒരിടത്തും സംവരണം മൗലിക അവകാശമായിട്ട് പറഞ്ഞിട്ടില്ല. 3 തരം സംവരണത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള സംവരണം, ജോലിക്കുള്ള സംവരണം, പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഇലക്ഷനിൽ സംവരണ മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ആദ്യം പറഞ്ഞ ജോലിക്കുള്ള സംവരണവും വിദ്യാഭ്യാസത്തിനുള്ള സംവരണവും യഥാർത്ഥത്തിൽ ആദ്യം മുതലേ തന്നെ OBCക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. OBCക്ക് മാത്രമല്ല SC/ST വിഭാഗത്തിനും വിദ്യാഭ്യാസത്തിന് സംവരണം ഉണ്ടായിരുന്നില്ല. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15(3) വരെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആർട്ടിക്കിൾ 15(4) അനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസത്തിന് സംവരണം. ഇത് കിട്ടാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി മൂലമാണ്. ആ ഒന്നാം ഭരണഘടനാ ഭേദഗതിക്ക് കാരണമായിട്ടുള്ളത് ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് മദ്രാസ് ഗവൺമെൻറ്റിനുമായിട്ടൊരു കേസുണ്ടായിരുന്നു. അത് തമിഴ്നാട്ടിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുതലുണ്ടായിരുന്ന കമ്മ്യൂണൽ GO ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണൽ GO അനുസരിച്ച് എഞ്ചിനീയറിങ്ങിൻ്റെ മെഡിക്കൽ കോളേജിലേക്കുള്ള സീറ്റുകൾ സംവരണം ചെയ്തിരുന്നു. അത് 14 ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 6 സീറ്റ് നോൺ ബ്രാഹ്മിൺസിനും, പിന്നെ അടുത്ത 2 എന്ന് പറയുന്നത് നോൺ ബാക്ക്വേർഡ് ഹിന്ദുസിനും, 2 സീറ്റ് ബ്രാഹ്മിൺസിനും, 1 സീറ്റ് മുസ്ലിമിനും, 1 സീറ്റ് ആംഗ്ലോ ഇന്ത്യനും, 1 സീറ്റ് പട്ടികജാതി, ഇങ്ങനെ വേർതിരിച്ച് ഉണ്ടായിരുന്നു. ഈ GO അനുസരിച്ചിട്ട്
ഉള്ള ആ അഡ്മിഷൻ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഈ ചെമ്പകം എന്ന് പറയുന്ന ഒരു ബ്രാഹ്മിൺ കുട്ടി യഥാർത്ഥത്തിൽ അത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല. എങ്കിലും അതിന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത ഈ കമ്മ്യൂണൽ ജിഒ ആണെന്ന് പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കുകയും ആ കേസിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതി ഈ കമ്മ്യൂണൽ ഓർഡർ കോഷ് ചെയ്തതാണ്. അതിനെതിരെ മദ്രാസ് സ്റ്റേറ്റ് പോയ അപ്പീലാണ് സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ 5-അംഗ ബെഞ്ച് തീരുമാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് വിദ്യാഭ്യാസത്തിന് സംവരണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആർക്കും തന്നെ വിദ്യാഭ്യാസത്തിന് സംവരണമില്ല എന്നാണ്. അന്ന് ഡോക്ടർ അംബേദ്കർ ലോ മിനിസ്റ്ററായിട്ട് കേന്ദ്ര സർക്കാരിലിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം ഈ സമയത്ത് ഇവർക്ക് സംവരണം കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് 1-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് ആർട്ടിക്കിൾ 15(4) ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നു. അതനുസരിച്ചിട്ടാണ് SC, ST ആൻഡ് SC/BC ഈ വിഭാഗത്തിന് സംവരണം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ആർട്ടിക്കിൾ 16(4) എന്ന് പറയുന്നതിനകത്ത് OBC സംവരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്തും പട്ടികജാതി എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. OBC സംവരണമാണ്. പട്ടികജാതിക്കാർക്ക് പ്രത്യേകം സംവരണം പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 335-ലാണ്. 335-ൽ ഉള്ള സംവരണം എന്ന് പറഞ്ഞാൽ അതും ഭരണഘടന ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. അപ്പോൾ ഈ 3 കാര്യമാണ് ജോലിക്കും വിദ്യാഭ്യാസത്തിനും. ഇത് കൂടാതെ 330 അനുസരിച്ച് ലോക്സഭയിലേക്കും 332 അനുസരിച്ച് നിയമസഭകളിലേക്കും അവർക്ക് സംവരണമുണ്ട്. കൂടാതെ ഇപ്പം പഞ്ചായത്ത് രാജും മുനിസിപ്പാലിറ്റിയും ഒക്കെ നിലവിൽ വന്നതിന് ശേഷം ആർട്ടിക്കിൾ 243D അനുസരിച്ച് പഞ്ചായത്തിലേക്കും 243T അനുസരിച്ച് മുനിസിപ്പാലിറ്റിയിലേക്കും സംവരണമുണ്ട്. ഈ സംവരണം പട്ടികജാതിക്കാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് 33(3)1 സംവരണമുണ്ട്. 33(3)1 ആ സ്ത്രീകളുടെ സംവരണത്തിൽ തന്നെ പട്ടികജാതി സ്ത്രീകൾക്ക് വീണ്ടും സംവരണം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സംവരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പട്ടികജാതിക്കാർക്ക് മാത്രമാണ് സംവരണം എന്നുള്ള രീതിയിലാണ് പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ സംവരണം പറ്റുന്ന വിഭാഗമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് 12% സംവരണം ലഭിക്കുമ്പോൾ പട്ടികജാതിക്കാർക്ക് 8%, പട്ടികവർഗത്തിന് 2%, ഈഴവർക്ക് 14%, ലത്തീൻ കത്തോലിക്ക് 4%, വിശ്വകർമ്മികർക്ക് 3%. ഇങ്ങനെ പിന്നെ മൊത്തം 40% സംവരണം OBC വിഭാഗത്തിൽ പോവുകയാണ്. ഈ പട്ടികജാതിക്കാർക്ക് യഥാർത്ഥത്തിൽ 1971 ഒരു ജിയോ ഉണ്ട്. ആ ജിയോ പ്രകാരം 10% സംവരണം പറഞ്ഞിരിക്കുന്നത് 2% പട്ടികവർഗക്കാർക്ക്, 8% പട്ടികജാതിക്കാർക്കുമാണ്. ഇത് അവരുടെ നമ്മുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് അവരുടെ ഓരോ 10 വർഷം കഴിഞ്ഞപ്പോഴും പട്ടികജാതിക്കാരുടെ സംവരണത്തിൽ മാറ്റം വരുന്നുണ്ട്. അവർക്ക് മാത്രമേ ഉള്ളൂ ജനസംഖ്യ ആനുപാതികമായിട്ട് നമ്മുടെ ഭരണഘടന സംവരണം ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമസഭാ അംഗങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ മതി. നേരത്തെ 140 അംഗങ്ങൾ ഉണ്ടായിരുന്ന നിയമസഭയിൽ 14 പട്ടികജാതി, 13 പട്ടികജാതി, 1 പട്ടികവർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ 10% സംവരണം. പക്ഷേ ഇപ്പോഴത്തെ അനുസരിച്ച് 16 പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുണ്ട്. അതായത് 14 പേര് പട്ടികജാതിക്കാരും 2 പേര് പട്ടികവർഗ്ഗക്കാരുമാണ്. അപ്പോൾ ഏതാണ്ട് 12% സംവരണത്തിന് അർഹത 1980 മുതൽ കേരളത്തിലെ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ റീജിയണൽ അപ്പോയിൻമെൻറ്റിന് പട്ടികജാതിക്കാർക്ക് 10% സംവരണം 1980 മുതൽ തന്നെ കൊടുക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതേവരെയായിട്ടും ആ 8% സംവരണത്തിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പട്ടികജാതിക്കാരുടെ സംവരണം കഴിഞ്ഞ 10-40 വർഷമായിട്ട് ആ നിരന്ന ഒരേ നിലപ്പിൽ തന്നെ നിൽക്കുന്നത്. ജോലിക്ക് ഉള്ള സംവരണത്തെ സംബന്ധിച്ച് അവരുടെ പിന്നെ തൊഴിലിനെ സംബന്ധിച്ച് ഇത് കൂടാതെയുള്ള സംവരണം നമ്മുടെ ഇലക്ഷനിൽ ഉള്ള സംവരണം എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും മാത്രം കിട്ടുന്ന സംവരണമാണ്. ഈ സംവരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണൽ റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നിയമത്തിൽ പറഞ്ഞാൽ വെർട്ടിക്കൽ റിസർവേഷൻ എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ബാക്കിയുള്ള റിസർവേഷൻസ് എന്ന് പറയുന്നത് ഹോറിസോണ്ടൽ റിസർവേഷൻ എന്നാണ് നമ്മൾ ലോയിൽ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ റിസർവേഷൻ സംബന്ധിച്ചിടത്തോളം പട്ടികജാതി പട്ടികവർഗ്ഗം മറ്റ് OBC വിഭാഗങ്ങൾക്കെല്ലാം കിട്ടുന്നു. ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന EWSനുള്ള സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണലായിട്ടുള്ള റിസർവേഷൻ അല്ല. അത് ആ വിഭാഗത്തിലെ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും അവർക്ക് സംവരണം അനുഭവിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുന്നോക്കക്കാരെന്നപ്പം ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഈ സംവരണം കിട്ടുന്നുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ OBCയിൽ ഉൾപ്പെടുത്തി അവർക്ക് 12% സംവരണം കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ 10% സംവരണം മാറ്റിവെച്ചിരിക്കുന്നതിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട മെരിറ്റ് സീറ്റിൽ കിട്ടേണ്ട ഞങ്ങളുടെ സീറ്റ് കൂടെ നഷ്ടപ്പെടുന്ന. അപ്പോൾ മെരിറ്റ് സീറ്റിൽ മറ്റ് മുന്നോക്കക്കാരുമായിട്ട് മത്സരിച്ച് സീറ്റുകൾ നേടാൻ കഴിവുള്ളവരാണ് മുസ്ലിങ്ങളെങ്കിൽ അവർക്കപ്പോൾ OBC സംവരണത്തിൻ്റെ അർഹതയില്ല. അവർക്ക് യഥാർത്ഥത്തിൽ അവർ മുന്നോക്കക്കാരെക്കാട്ടിൽ മുന്നോക്കക്കാരായിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർക്ക് മുന്നോക്കക്കാർക്ക് കിട്ടുന്നതിന് പുറമെ അവരോട് മത്സരിച്ച് സീറ്റിൽ മത്സരിക്കാമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ആ മത്സരിച്ചവർക്ക് സീറ്റ് നേടാമെന്നുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ അവരൊക്കെ ആവശ്യപ്പെട്ടത് EW സംവരണത്തിന് വേണ്ടി അവർ തയ്യാറാകണം. അതിന് തയ്യാറാകുമ്പോൾ അവർ OBC സംവരണം വേണ്ടാന്ന് വെക്കുക. അപ്പോൾ EW സംവരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാം, EWS സംവരണം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതാകുമ്പോൾ ഈ പ്രശ്നം തീരും. അതുപോലെ ഈ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രം ഇപ്പം പ്രത്യേകിച്ച് തുടങ്ങിയൊരു സംവരണമല്ല ഇത്. നമ്മുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ സംവരണത്തിനെതിരായിട്ട് വന്ന ഇന്ദിരാ സ്വാഹിനി കേസിൻ്റെ വിധിന്യായത്തിൽ 9 അംഗ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിന്യായത്തിൽ തന്നെ ഈ സംവരണം OBCക്ക് ലഭിക്കണം പോലും OBCയിലെ സമ്പന്നർക്ക് ഈ സംവരണത്തിന് അർഹതയില്ല. അവരെ മുന്നോക്കക്കാർക്ക് തുല്യമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അന്നത്തെ സംവരണം എന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപയായിരുന്നു അന്ന് നിശ്ചയിച്ചിരുന്നെങ്കിൽ പിന്നെ അത് 2.5 ലക്ഷമാക്കി, പിന്നെ അത് 4 ലക്ഷമാക്കി, 6 ലക്ഷമാക്കി, ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് 8 ലക്ഷമാക്കി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ 103-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമ്പോഴും ഈ 8 ലക്ഷമാണ് കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന പരിധി. 8 ലക്ഷം രൂപ വരെ, അതായത് പാവപ്പെട്ടവരെന്ന് പറയുന്നത് ഇവിടെ OBCയിലെ പണക്കാരെന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. അപ്പോൾ മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവരെന്ന് പറയുന്നതും 8 ലക്ഷത്തിന് മുകളിൽ. അപ്പം രണ്ടും തുല്യമാക്കി 8 ലക്ഷം രൂപയാണാക്കിയാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നത്. പക്ഷേ അതിവിടെ കേരള ഗവൺമെൻറ് അത് 4 ലക്ഷമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. ഈ 4 ലക്ഷം യഥാർത്ഥത്തിൽ അവരുടെ മാത്രമല്ല ആക്കേണ്ടത്, EWSൻ്റെ 4 ലക്ഷം ആക്കിയതുപോലെ OBC സംവരണത്തിലും 4 ലക്ഷം രൂപയിലേക്ക് താഴ്ത്തേണ്ടതാണ്. എങ്കിലേ പാവപ്പെട്ടവർക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. പാവപ്പെട്ടവന് ഗുണം കിട്ടാൻ വേണ്ടിയാണ് ഇവർ പറയുന്നതെങ്കിൽ. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വിദ്യാഭ്യാസത്തിൻ്റെ സംവരണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. 1957 നമുക്ക് അതിലേക്ക് പിന്നീട് വരാം, വിദ്യാഭ്യാസത്തിലേക്ക് പിന്നീട് വരാം. ശ്രീ ബിനു ചാക്കോ, എന്താണ് ക്രിസ്തീയ സമൂഹത്തിന് പറയാനുള്ളത്? പാനലിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു സങ്കീർണമായ ഒരു വിഷയമാണ്. എന്തായാലും എനിക്ക് മുമ്പേ സംസാരിച്ച പ്രിയപ്പെട്ട അഭിഭാഷകൻ വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീ RV ബാബുവും ശ്രീ രണ്ടത്താണിയുമൊക്കെ ഇതിൻ്റെ കുറേ വശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അതിലെ ക്രൈസ്തവ സമൂഹത്തിന് ഈ ആനുകൂല്യങ്ങൾ പറ്റുക എന്ന് പറയുന്നത് അത് OBC വിഭാഗത്തിന് 4% മാത്രമാണ് ഒരു ക്രൈസ്തവ വിഭാഗത്തിന് ആനുകൂല്യം കിട്ടുന്നത്. ഇത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന മുന്നോക്കക്കാർ അഥവാ സംവരണേതര വിഭാഗങ്ങളിൽ നിന്ന് പിന്നോക്കക്കാരായ 10% ആളുകൾക്ക് സംവരണം പ്രഖ്യാപിച്ചുകൊണ്ട് അത് 1.5 വർഷത്തോളം 1.25 വർഷത്തോളം വൈകി അത് ഈ സംസ്ഥാനം നടപ്പാക്കാൻ വരുമ്പോൾ ആ സംവരണത്തെ അട്ടിമറിക്കാനും ആ തീരുമാനത്തിനെതിരെ നടത്തുന്ന പ്രചരണങ്ങളിലാണ് ഇവിടെ ഞങ്ങളൊക്കെ ആശങ്ക ഉണ്ടാവുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ പോലും അവിടെ പറഞ്ഞു, നമ്മുടെ ഈ സംസ്ഥാനത്ത് 50% സംവരണമാണ്. അതിൽ തന്നെ വളരെ കുറച്ച് ഒക്കെ കിട്ടുന്നു. അതിൽ ബഹുഭൂരിപക്ഷം അതിൽ തന്നെ കൈപ്പറ്റുന്നവർ, ന്യൂനപക്ഷ ആനുകൂല്യങ്ങളടക്കം OBC ആനുകൂല്യങ്ങളടക്കം ബഹുഭൂരിപക്ഷം കൈപ്പറ്റുന്നവർ, അവർ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പുകമറ സൃഷ്ടിക്കാൻ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ 10% സംവരണം നടപ്പാകുമ്പോൾ പോലും അങ്ങ് ആ പ്രിയപ്പെട്ട ബാലൻ സാറ് പറഞ്ഞതുപോലെ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതികൾ സംബന്ധിച്ചൊക്കെ കേന്ദ്ര ഗവൺമെൻറ് മാനദണ്ഡമല്ല ഇവിടെ നടപ്പാക്കുന്നത്. ഇതെല്ലാം മാറ്റിക്കൊണ്ടുവരും. ഇവിടെ ഒത്തിരി ആനുകൂല്യങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഒരു സമൂഹം ഉയർന്നു വരുമ്പോൾ ഇവിടെ 80-20 എന്ന് പറയുന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ പ്രിയപ്പെട്ട രണ്ടത്താണി പറഞ്ഞു, സംവരണത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നത് അധികാരത്തിൻ്റെ ഭാഗമാണെന്ന്. അദ്ദേഹം അത് തുറന്ന് സമ്മതിച്ചത് തന്നെ സന്തോഷമുണ്ട്. കാരണം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളിൽ സമ്മർദ്ദ ശക്തിയാകാൻ
ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനും മുസ്ലിം നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, അത് അത് ഇരു ക്രൈസ്തവ മുന്നണികളിലും സമൂഹം ഇല്ലേ? സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ ബിനു ചാക്കോ, അതിൽ ക്രൈസ്തവ സമൂഹം ഇല്ലേ? എന്തോ ക്രൈസ്തവ സമൂഹം ഇല്ലേ? ക്രൈസ്തവ സമൂഹവും ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അത്തരത്തിലൊക്കെ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലക്കുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയായിരുന്ന ഒരു ക്രൈസ്തവ രാഷ്ട്രീയത്തെ പ്രതികരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും ചിഹ്ന ഭിന്നമാക്കാൻ, അതിനൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, കുടുംബാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതിനെയെല്ലാം വീക്കാക്കിക്കൊണ്ട് ഇത് പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് കാലാകാലങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താവോ അതൊക്കെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ബലിയാടുകളാവുകയും അത് അങ്ങനെ ആവരുതാഞ്ഞു. പക്ഷെ ആയിപ്പോയവരെ ഓർത്ത് ഞങ്ങൾക്ക് സഹതാപമുണ്ട്. ഇവിടെ ഒരു പുതിയ തലമുറ ഈ മുഖ്യധാരയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ നിലവിളിക്ക് പോലും സ്വരമില്ലാതാകുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾ എന്നെങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്നെങ്കിലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി ഞങ്ങൾ പരസ്യമായി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ കൂടി തകർക്കാൻ ശ്രമിക്കുമെന്നതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ശ്രീ ജി കെ, ഇവിടെ ഒരു സമൂഹം ഇവിടെ അവഗണിക്കപ്പെടുന്നുണ്ട് അധികാര കേന്ദ്രങ്ങളിൽ. അത് രണ്ടത്താണിയുടെ വാക്കുകൾ തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാൻ കൈനിർത്ത വാക്കല്ല. അധികാര കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ സംവരണ ആനുകൂല്യങ്ങൾ, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഇവയൊക്കെയും കൈപ്പറ്റിക്കൊണ്ട് ബാലൻ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ള 50% നിന്ന് പോകുന്നു എന്നുള്ളതാണ് ആശങ്കയെങ്കിൽ അവരത്തരത്തിൽ വളർന്നു കഴിഞ്ഞില്ലേ? അപ്പോൾ ഇരട്ടത്താപ്പല്ലേ ഇവിടെ നടക്കുന്നത്? ആ ഇരട്ടത്താപ്പിനെതിരെയാണ് ഞങ്ങൾക്ക് ആശങ്ക. ഇവിടെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിലെ ഇസ്ലാം സമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റങ്ങളെയും മാറ്റണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ വയറ് നിറച്ച് ഒരു പ്ലേറ്റിൽ ചോറിരിക്കുമ്പോൾ, വയറ് നിറച്ചിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വിശക്കുന്നവന് ചോറ് പോലും കൊടുക്കരുത്, ഒരു വറ്റ് പോലും കൊടുക്കരുത് എന്ന് പറയുന്ന നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇത്തരത്തിൽ സാമൂഹ്യപരമായി സാമുദായികപരമായി എല്ലാ തരത്തിലുമുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇത്തരത്തിലുള്ള സാമൂഹ്യനീതി നമുക്കറിയാം. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ സാമൂഹ്യനീതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണഘടനാ ശില്പികൾ കണ്ട സംവരണം എന്ന് പറയുന്നത് ബാലൻ സാറ് പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അതൊരു അവകാശമല്ല, സാമൂഹ്യ നീതിയിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ് സംവരണം. ഇത് അവകാശമായി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുസ്ലിം സമൂഹത്തിന് ഇത്തരത്തിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ, ജനറൽ കോട്ടയിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു പഠനം നടത്താമെന്നേ. ജനറൽ കോട്ടയിൽ ഈ മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് ജനറൽ കോട്ടയിലെ അവസരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കട്ടെ. അതിനെപ്പറ്റി പഠിച്ചിട്ട് ഇപ്പോൾ തന്നെ 12% സംവരണം വാങ്ങുന്ന പിന്നെ OBC സംവരണമുള്ള മുസ്ലിം സമുദായത്തിന് അവിടെ തന്നെ 4% മാത്രമേ ഉള്ളൂ ലത്തീൻ കത്തോലിക്കർക്ക്. 4%. ശരി, ജനറൽ കോട്ടയിലേക്ക് പോകുമ്പോൾ അതിനെ അവിടെ കുറച്ചുകൊണ്ട് ആ സംവരണം ലത്തീൻ ക്രൈസ്തവർക്ക് കിട്ടട്ടെ. ന്യായമല്ലേ അത്? അപ്പോൾ കിട്ടുന്നതിൽ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം കൈപ്പിടിയിലാക്കാൻ അതിന് അധികാരത്തിൻ്റെ, അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, അതിൻ്റെ എല്ലാ സീമകളും ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഈ സമൂഹം എതിർക്കുമ്പോൾ അതിൽ ഒറ്റപ്പെട്ട ശബ്ദമായി അല്ലെങ്കിൽ കൂട്ടമായ ശബ്ദമായി അതിൽ വേദനിക്കുന്നവർ വരുന്നതിനകത്ത് എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? അത് മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. താങ്കളിലേക്ക് വരാം. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധാഭിപ്രായം എടുക്കേണ്ടതുണ്ട്. പിന്നോക്ക വിഭാഗ വകുപ്പിൻ്റെ മുൻ ഡയറക്ടർ VR ജോഷി ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി? പിന്നോക്ക വിഭാഗങ്ങളുടെ, പട്ടികജാതി വർഗക്കാരുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഈ പാനലിലുള്ള ആളുകളോടൊക്കെ ദയവായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് നടക്കുന്ന ഈ വർത്തമാനം പറയുന്നത്
സാമൂഹിക ചരിത്രവും ഇവിടെ ഒരു ഭരണഘടനയുമുണ്ട്. ഞാൻ ശ്രീ ബിനോയ് സംസാരിച്ചു തുടങ്ങിയതിന്റെ തൊട്ടു പിറകെ കാര്യങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, സംവരണം എന്നത് സാമ്പത്തികമായി ഉന്നമനത്തിനുള്ള പദ്ധതിയല്ല. നേരത്തെ ശ്രീ ബാബുവും ശ്രീ കെ എ ബാലനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയട്ടെ, ഇത് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ചരിത്രപരമായ കാരണങ്ങളാൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അവർക്ക് ബോധപൂർവം അധികാരത്തിന്റെ പങ്കാളിത്തം ലഭ്യമാക്കുന്നതിനായി ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു വ്യവസ്ഥയുണ്ട്. ഞാനൊരു അഭിഭാഷകനില്ലാത്തതുകൊണ്ട് അവകാശത്തെക്കുറിച്ചും ആനുകൂല്യത്തെക്കുറിച്ചും ഒന്നും പറയുന്നില്ലെങ്കിലും ഞാൻ വായിച്ച ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ എന്ന ചാപ്റ്ററിൽ തന്നെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മൗലികാവകാശമല്ല എന്ന് പറഞ്ഞ് തൽക്കാലം നിഷേധിക്കാനുള്ള വ്യാഖ്യാനത്തിൽ നിന്നും ഞാൻ മുതിരുന്നില്ല. പക്ഷെ മനസ്സിലാക്കുക, ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 340 പ്രകാരം എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് OBCക്ക് നൽകേണ്ടത് എന്ന് പഠിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുവാനുള്ള ഭരണഘടനാ വ്യവസ്ഥ 50-ൽ നിലവിൽ വന്ന് 53-ൽ നിയമിക്കപ്പെട്ട കാക്ക കലേക്കർ 55-ൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1980 വരെ ഒന്നും നടന്നില്ല. 1.25 വർഷം നടക്കാത്ത പോയതിനെ കുറിച്ച് വേവലാതിപ്പെട്ട ബിനു ചാക്കോ മനസ്സിലാക്കണം. OBC വിഭാഗത്തിന് ഭരണഘടനാപരമായി സംരക്ഷണം ലഭിക്കേണ്ട വ്യവസ്ഥകൾ 25 വർഷം സ്വാതന്ത്ര്യം നേടിയിട്ട് 50 അല്ല, 25 വർഷമല്ല, 50-ന് ശേഷം 30 വർഷം നടപ്പാക്കിയില്ല. അവസാനം 80-ൽ ഒരു കമ്മീഷനെ വെച്ചു, BP മണ്ഡൽ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 1980-ൽ കിട്ടി, 79-ൽ നിയമിച്ച് 80-ൽ കിട്ടി. 10 വർഷം ഒന്നും ചെയ്തില്ല ശ്രീ ബിനു ചാക്കോ. 90-ൽ നടപ്പാക്കി VP സിംഗ്. അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അവസരം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് വന്നപ്പോൾ കലാപമുണ്ടാക്കി നിങ്ങൾ. അവസാനം സുപ്രീം കോടതി വിധി 16/11/92-ലാണ് വന്നത്. അത് ക്രീമി ലെയർ മാനദണ്ഡം നടപ്പാക്കി. ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉദ്യോഗ മേഖലയിൽ ലഭിക്കുന്നത് സ്വാതന്ത്ര്യം നേടി 43 വർഷത്തിന് ശേഷമാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടി, 46 വർഷത്തിന് ശേഷം. ഭരണഘടന 50-ൽ നിലവിൽ വന്നു, 93-ലാണ് നടപ്പാവുന്നത്. നിങ്ങളുടെ 1.25 വർഷത്തിന്റെ കണക്ക് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഇനി അടുത്ത കാര്യം, 52% OBC വിഭാഗത്തിന്. ഒരു സെക്കൻഡ് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറയാം. എല്ലാവർക്കും ഉള്ള മറുപടി പറയാം. ഞാൻ 2 മിനിറ്റ് എടുത്തോട്ടെ, അത് കഴിഞ്ഞ് പറയാം. 52% ജനസംഖ്യയുള്ള OBC വിഭാഗത്തിന് അധികാര സ്ഥാനങ്ങളിലുള്ള പങ്ക് 4.62%. BP മണ്ഡല് ചുമ്മാ എഴുതിയ റിപ്പോർട്ടല്ല, രാജ്യം മുഴുവൻ അന്വേഷിച്ച് തെളിവെടുപ്പ് നടത്തി വടക്ക് മുതൽ തെക്ക് വരെ യാത്ര ചെയ്ത്. ഒരു സെക്കൻഡ്, താങ്കൾ അത് കഴിഞ്ഞ് പറഞ്ഞോളൂ, സമയം കിട്ടും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. നടത്തി സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്, അത് താങ്കൾ മനസ്സിലാക്കുക. കേരളത്തിൽ ഈ മണ്ഡൽ തെളിവെടുപ്പ് വന്നപ്പോ 140 MLA-മാർക്ക് കത്ത് കൊടുത്തപ്പോ 2 MLA-മാരെ തെളിവ് കൊടുക്കാൻ പോയുള്ളൂ. ഇനി ഞാൻ അത് തൽക്കാലം അവിടെ നിർത്തുകയാണ്. 93 സംവരണം കിട്ടിയ ശേഷം താങ്കൾ ക്രീമി ലെയറിനെ കുറിച്ച് ശ്രീ ബാലനും താങ്കൾ പരാമർശിച്ചു. താങ്കൾ 8 ലക്ഷത്തെ കുറിച്ചും പരാമർശിച്ചു. അതിൽ ഒരാൾ പിന്നോക്ക സമുദായങ്ങളിലെ അതിസമ്പന്നരെ കണ്ടെത്തുവാനുള്ളതാണ് ക്രീമി ലെയർ മാനദണ്ഡം, പാവപ്പെട്ടവരെ കണ്ടെത്താനല്ല. താങ്കൾ മനസ്സിലാക്കണം, 4ാം ക്ലാസ് ജയിച്ചിട്ടില്ലാത്ത കോടീശ്വരൻ നോൺ ക്രീമി ലെയർ ആണ്. കാര്യം മനസ്സിലാക്കി സംസാരിക്കണം. ഇത് സാമ്പത്തികമായ പരിപാടിയല്ല. ആലുമൂട്ടിച്ചാന്നാർക്ക് പണമുണ്ടായിട്ട് റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ സാമൂഹ്യ വശത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. സാമൂഹ്യമായ പ്രജുഡിസ്, ആ വാക്ക് മനസ്സിലാക്കുക, സോഷ്യൽ പ്രജുഡിസ്, അതിന് വിധേയരായ ആളുകൾക്കാണ് സംവരണം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ക്രിസ്ത്യാനിക്ക് എന്ത് സുറിയാനി ക്രിസ്ത്യാനിക്ക് എന്ത് സാമൂഹ്യ പ്രജുഡിസ് ആണ് ഉണ്ടായത് എന്ന് താങ്കൾക്ക് വിശദീകരിക്കാനുള്ള അവസരമുണ്ടാവും. ഇത് പരിശോധിക്കുവാനാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനും സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനും. താങ്കൾക്ക് പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അവിടെ ബോധ്യപ്പെടുത്തിയാൽ ആ കമ്മീഷൻ താങ്കളെ പിന്നോക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തും, അവകാശങ്ങളും ബാക്കിയും നൽകും.
ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ തൽക്കാലം കൂടി അവസാനിപ്പിക്കാം, ബാക്കി നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ശ്രീ ബാൽ സൂചിപ്പിച്ചതുപോലെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 12% സംവരണം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ അവരുടെ ജനസംഖ്യ കണക്ക് കൂട്ടി ജനസംഖ്യാനുപാതികമായല്ല നൽകിയിരിക്കുന്നത്. ഇടയ്ക്ക് താങ്കൾ മെറിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി, ഇന്ത്യയിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് മെറിറ്റിലൂടെയും സംവരണത്തിലൂടെയും 2 സ്ട്രീമുകളിലൂടെയും തെരഞ്ഞെടുക്കപ്പെടുവാൻ അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ എത്തുമ്പോഴാണ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ എത്തുന്നത്. അല്ലാതെ മെറിറ്റ് അഥവാ ഓപ്പൺ കോട്ട അഥവാ ജനറൽ മെറിറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല. പട്ടിക വിഭാഗത്തിലുള്ള ആളുകൾ മെറിറ്റിൽ എത്തിച്ചേരില്ല എന്നതുകൊണ്ടാണ് മഹാനായ അംബേദ്കർ ബോധ്യമുള്ളത് കൊണ്ടാണ് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം കൊടുത്തത്, സംവരണം കൊടുത്തത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യയുടെ പകുതിയാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വസ്തുതകൾക്ക് വിധേയമായി വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ സാമൂഹ്യമായ പരിരക്ഷ എന്ന നിലയിൽ അധികാരത്തിന്റെ പങ്കാളിത്തം നൽകുവാനുള്ള ഒരു വ്യവസ്ഥയാണ്. ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിന്റെ സമയത്ത് 1949 ഓഗസ്റ്റ് 27 മൈനോറിറ്റി കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടിൽ മദ്രാസ് സംസ്ഥാനത്ത് നിന്നുള്ള ശ്രീ മുനിസ്വാമി പിള്ളയും ശ്രീ എസ് നാഗപ്പയും പറഞ്ഞ കാര്യം കൂടി കേൾക്കുക. അദ്ദേഹം ആശങ്കപ്പെട്ട് പറയുകയാണ്, സർ, there is a fear in the minds of some of my friends, especially the scheduled castes, that the Hindus are getting into power and that Hindu Raj is coming into force, and they introduce the Varnasrama that was obtaining years back again to harass the Harijans. ഇനി ശ്രീ നാഗപ്പ പറഞ്ഞുകൂടെ കേൾക്കൂ. I would suggest that it would have been better if it has been provided in the report itself. For instance, a particular community will have its share according to its population. I do not want to rob Peter to pay Paul. It is very bad policy. I want my due share. Though I am innocent, ignorant, dumb, yet I want you to recognize my claim. Do not take advantage of my being dumb. Do not take advantage of my being innocent. I only want my due share and do not want anything more. സ്വതന്ത്ര ഭാരതത്തിൽ വർത്തമാനം പറയുന്നതും ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതും ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന അധസ്ഥിതരാക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട പിന്നോക്ക സമുദായങ്ങളുടെ ഭരണഘടനാപരമായ അവകാശം ബഹുമാന്യരായ ആളുകളെ ഓർമ്മിപ്പിക്കുവാനും അത് ഈ പൊതുസമൂഹത്തെ അറിയിക്കുവാനുമാണ്. ഇനി നമുക്ക് തുടർച്ചയാവാം. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ജയപ്രസാദിലേക്ക് എത്താം. ഈ സംവരണ വിഷയത്തെക്കുറിച്ച് കാര്യമായി ഗവേഷണവും പഠനവും നടത്തിയിട്ടുള്ള ആളാണ് ഡോക്ടർ കെ ജയപ്രസാദ്. അദ്ദേഹം കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിലെ ഡീനാണ്. നേരത്തെ SN കോളേജുകളിൽ അധ്യാപകനായിരുന്നു. ഡോക്ടർ ജയപ്രസാദ്, ഇവിടെ ശ്രീ രണ്ടത്താണി മുതൽ ജോഷി വരെ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ സംവരണത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി? ശ്രീ ജോഷി പറഞ്ഞ ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അട്ടപ്പാടിയിൽ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആദിവാസിയായ മധുവിനെ തല്ലിക്കൊന്നത് നമ്മൾ കണ്ടു. എവിടെയാണ് എത്തി നിൽക്കുന്നത്? ദാരിദ്ര്യത്തിന് ജാതിയും മതവും ഉണ്ടോ? സംവരണം കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞോ? പിണറായി എന്തുകൊണ്ട് ഈ സമയത്ത് തന്നെ ഈ ഓർഡിനൻസ് കൊണ്ടുവന്നു? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് താങ്കളിൽ നിന്ന് മറുപടി കിട്ടേണ്ടത്. സംവരണത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഇത് നടപ്പാക്കാൻ വൈകിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നത്. ഏതാണ്ട് 2 വർഷം ആകാൻ പോകുകയാണ്, 2 വർഷം തികയാൻ പോകുകയാണ് ആ നടപ്പാക്കിയതിനു ശേഷം. കേരളത്തിൽ അത് ആ സമയത്ത് നടപ്പാക്കിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് ഏതാണ്ട് നടപ്പാക്കി കഴിഞ്ഞതാണ്.
അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് സംവരണം എന്ന ആശയത്തിന് കാരണമായ ഘടകങ്ങൾ പ്രധാനമായും 4 പിന്നോക്കാവസ്ഥയാണ്. ഒന്ന് സാമൂഹികമായത്, രണ്ടാമത് സാമ്പത്തികമായത്, മൂന്നാമത് വിദ്യാഭ്യാസപരമായത്, നാലാമത് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായി. രാഷ്ട്രീയം എന്ന് അവിടെ മീൻ ചെയ്യുന്നത് ഭരണ രംഗത്ത് അവർക്ക് കടന്നു കയറാൻ കഴിയാത്ത സാഹചര്യം. അപ്പൊ ഇന്ത്യയിൽ പ്രധാനമായിട്ടും നൂറ്റാണ്ടുകളായി ഹിന്ദു സമൂഹത്തിന്റെ ആന്തരികമായ ഒരു ക്യാൻസർ എന്ന് വിശേഷിക്കാവുന്ന ജാതി വ്യവസ്ഥയുടെ ഫലമായി ഉണ്ടായ അസ്പൃശ്യതയും അയിത്തവും അനാചാരങ്ങളിലൂടെ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം ജനങ്ങളെ ഈ വിദ്യാഭ്യാസത്തിന്റെയും അതുപോലെ തന്നെ സാമൂഹിക മണ്ഡലത്തിൽ നിന്നും അതുപോലെ സ്വാഭാവികമായും രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. പക്ഷെ നമ്മൾ ഈ പിന്നോക്കം എന്ന് പറയുന്ന വലിയൊരു ശതമാനം ആളുകൾ സാമ്പത്തികമായി ആ കാലഘട്ടത്തിലും മോശമല്ലാതെ ജീവിച്ച വലിയൊരു വിഭാഗമുണ്ട്. നേരത്തെ ശ്രീ ജോഷി ചില ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ആശയം ഏതാണ്ട് കോൽഹാപൂർ നാട്ടുരാജ്യത്തിലാണ് ആദ്യം 1902 ഈ ബ്രാഹ്മണ ഇതരർക്ക് വേണ്ടി നോൺ ബ്രാഹ്മിൻസിന് സംവരണം, പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി. പിന്നീട് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് പൂന പാക്ടിൽ വന്നു. ആദ്യം 1909 ആക്ട് പ്രകാരം നിയമസഭകളിലേക്ക്, പിന്നീട് അത് വിപുലീകരിച്ചതിന് ശേഷം സർക്കാർ സർവീസിലേക്ക് സ്വാതന്ത്ര്യാനന്തരം അത് പൂർണ്ണ രൂപത്തിൽ സംവരണം എന്നുള്ള തത്വം അംഗീകരിക്കപ്പെട്ടു. അപ്പൊ സംവരണം അംഗീകരിച്ചത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ അത് സ്വീകരിച്ചു എന്നുള്ള. അതുകൊണ്ടാണ് അമേരിക്കയിൽ അടിമത്വം നിരോധിച്ചപ്പോൾ അവിടെ സിവിൽ വാർ ഉണ്ടായി. ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. എല്ലാവരുടെയും മുന്നോക്ക പിന്നോക്ക വേർതിരിവില്ലാതെ അന്ന് നമ്മുടെ ഉൽപ്പതിഷ്ണുക്കളായ എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിച്ച് നിന്ന് തന്നെയാണ് ഇന്ത്യയിൽ സംവരണം നടപ്പാക്കുക. ആ സംവരണം നടപ്പാക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായുമുള്ള പിന്നോക്കാവസ്ഥയാണ്. അപ്പൊ സാമ്പത്തിക മാനദണ്ഡം അവിടെ വന്നിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ശ്രീ ജോഷി സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അതേസമയം അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇന്ത്യയിലെ സാമൂഹിക അന്തരീക്ഷം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ 5 ദശകങ്ങളിൽ നിന്ന് നമ്മൾ 21ാം നൂറ്റാണ്ടിന്റെ 2 ദശകങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് സാമൂഹിക രംഗത്ത് ഒരുപാട് ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് ചലനങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സംവരണത്തിന്റെ വ്യാപ്തി, നേരത്തെ പറഞ്ഞ സംവരണത്തിന് കുറച്ചുകൂടി വിപുലത വരികയും അതില് സ്ത്രീ സംവരണം എന്നുള്ള കാഴ്ചപ്പാട്, ദിവ്യാംഗർ പോലെയുള്ള സംവരണം വന്നു. പിന്നീടാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഈ ആദ്യം നമ്മൾ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമയത്തുണ്ടായിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ ശ്രീ ജോഷി സാർ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ നമ്മൾ 73 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ സംവരണത്തിന് അനിവാര്യമായി വന്നു. കാരണം സമൂഹത്തിന്റെ ഒന്നിച്ചുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് അനിവാര്യമായി ആണ്. കാരണം അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. കാരണം നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ സമയത്ത് ചില വിദ്യാലയങ്ങളിൽ ചില കുട്ടികൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് സമൂഹത്തിലൊരു സംഘർഷമൊന്നും ഉണ്ടായിരുന്നില്ല. ചില യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സമരങ്ങൾ നടന്നിരുന്നു എന്നുള്ളതല്ലാതെ സാമൂഹികമായ ഒരു സംഘർഷത്തിലേക്ക് അത് മാറിയിരുന്നില്ല. അപ്പം ഇന്ത്യയിൽ സംവരണം എന്ന് പറയുന്നത് പൊതുവെ സ്വീകാര്യമായ ഒരു അവസ്ഥയാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ, അതിൽ ഒന്ന് നമുക്ക് അറിയാം, 93 മുതലുണ്ടായ ക്രീമി ലെയർ, അതായത് പിന്നോക്ക വിഭാഗങ്ങളിൽ തന്നെ നമുക്കറിയാം യാദവർ മുതൽ കേരളത്തിലെ ഈഴവർ വരെയുള്ള, ഞാൻ ഹിന്ദു സമൂഹത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഒരുപാട് മാറ്റം, വിശേഷം രാഷ്ട്രീയ മണ്ഡലത്തിലും അവർ ഒരുപാട് മുന്നോട്ട് വന്നു. രാഷ്ട്രീയ മണ്ഡലത്തിലും സാമ്പത്തിക മണ്ഡലത്തിലും. അതേസമയം വിദ്യാഭ്യാസ മണ്ഡലത്തിലും പരമ്പരാഗത ജാതി ശ്രേണിയിലും അവരുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം പലയിടത്തും വന്നിരുന്നില്ല. പക്ഷേ ആ സാഹചര്യത്തിലാണ് സാമ്പത്തിക സംവരണം എന്നുള്ള ഒരു ഡിമാൻഡിന് കൂടുതൽ പ്രസക്തിയായിരുന്നത്. അപ്പൊ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ 2019 ആദ്യം ഇത് നടപ്പാക്കുമ്പോൾ 10% സീറ്റിലേക്ക് നമ്മുടെ സംവരണത്തിന് അർഹതപ്പെടാത്ത വിഭാഗങ്ങളുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിന് ദേശീയ തലത്തിലെ മാനദണ്ഡം വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. കേരളത്തില് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സർവകലാശാലകളിൽ EVS കുട്ടികളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നു. കാരണം ആ മാനദണ്ഡം വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൽ ഇപ്പൊ കുറച്ചുകൂടി ലിബറൽ ആയിട്ടാണ് കേരള സർക്കാർ നടപ്പാക്കി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് കാലത്തിന്റെ മാറ്റം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റൊന്നും ഇപ്പൊ നമുക്ക് കേരളത്തിലെ തന്നെ നോക്കാം. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണവർഗത്തിന്റെ ഭാഗമായി നിന്നവരാണ് മുസ്ലിം സമൂഹം. ബ്രാഹ്മണരും ക്ഷത്രിയരെയും പോലെ തന്നെ ഇന്ത്യയിൽ
ഡോക്ടർ ജയപ്രസാദ്, ഒരു ഇടവേള അനിവാര്യമായിരിക്കും. അതിനുശേഷം അങ്ങയിലേക്ക് വീണ്ടും വരാം.